എനിക്ക് 6 വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ചേതന സ്റ്റുഡിയോയിൽ വെച്ചാണ്. അതായത് ഒരു കൊല്ലം നാട്ടിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ കുറച്ച് ജിംഗിൾസ് പാടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അന്നും എന്നെ മോഹൻ സിത്താരാങ്കിളെ പരിചയപ്പെടുത്തിയ പത്മകുമാറേട്ടൻ തന്നെയാണ് എന്നെ ജിംഗിൾസ് പാടാൻ കൊണ്ടുവന്നത്. അപ്പം അന്നൊരു കൊടയുടെ ആഡ് പാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് കിട്ടിയ റെമ്യൂണറേഷൻ ഒരു ചായ ഒരു പരിപ്പുവടയായിരുന്നു. അപ്പോൾ അതിനുശേഷം റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. 2 ദിവസമായിട്ട് ഒരു 5-6 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ടാണ് റെക്കോർഡ് ചെയ്തത് ജിംഗിൾസ്. അപ്പോൾ അടുത്ത ദിവസം ചിന്നു റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഞാൻ റെഡി, ചായ പരിപ്പുവടയും കിട്ടുമല്ലോ. ഇവിടെ പാടുമ്പോൾ ഞാൻ വെറുതെ പറയില്ല, സിൻസിയറായിട്ട് പറയാണ്, വേറെ ഏത് സ്റ്റുഡിയോയിൽ പാടുന്നേക്കാളും ഒരു പ്രത്യേക സുഖം എനിക്ക് ഇവിടെ പാടുമ്പോൾ കിട്ടാറുണ്ട്. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഔസേപ്പച്ചൻ സാറെ പരിചയപ്പെട്ടതും. നമ്മൾ പാടിക്കഴിഞ്ഞ് സുഖമാണി നില എന്നുള്ള പാടിക്കഴിഞ്ഞിട്ട് പടം ഇറങ്ങിയിട്ടില്ല, റെക്കോർഡിങ് കഴിഞ്ഞ സമയത്ത് ഞാൻ വേറൊരു വർക്കിന് വേണ്ടി ഇവിടെ വന്നതായിരുന്നു. അപ്പോൾ ഔസേപ്പച്ചൻ സാർ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പുതിയ പാട്ട് എന്ന് വെച്ചാൽ സിംഗറിനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെയുള്ളവരാണ് പറഞ്ഞ് ഇങ്ങനെ ഒരു പുതിയ കുട്ടീൻ്റെ ജോത്സിനെ ട്രൈ ചെയ്ത് നോക്കൂ എന്ന് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് താഹ സാറിൻ്റെ പടത്തിൽ ഔസേപ്പച്ചൻ സാറിന് വേണ്ടി ആദ്യമായിട്ട് മാഷ എന്നൊരു അടിപൊളി പാട്ട് പാടി. അപ്പോൾ അങ്ങനെ ഈ സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നല്ല ഓർമ്മകളും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വർക്കുണ്ട്, ചേതനയിലാണെന്ന് പറയുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം. മലയാളം അല്ലാണ്ട് തമിഴിലും ഞാൻ പാടിയിട്ടുണ്ട്. ഒന്ന് ജൂട്ട് എന്ന് പറഞ്ഞിട്ട് വിദ്യാസാഗർ സാറിൻ്റെ മ്യൂസിക്കിൽ ഒരെണ്ണം പാടി. പിന്നെ ഒന്ന് റാം എന്ന് പറഞ്ഞിട്ട് യുവൻ ശങ്കർ രാജ സാറിൻ്റെ വർക്ക്. ജൂട്ട് ഞാൻ പാടാൻ പോയപ്പോൾ അവിടെ വിദ്യാസാഗർ സാർ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ പുള്ളി തിരുപ്പതിയിലാട്ടെ പോയി വന്ന സമയമായിരുന്നു. പുള്ളി ഭയങ്കര ഫ്രീ ആയിട്ടായിരുന്നു പുള്ളി പാട്ട് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബൂത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ തിരുപ്പതിയിലെ പ്രസാദം ഉണ്ടായിരുന്നു. പിന്നോട് പറഞ്ഞു ഇത് കഴിച്ചിട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചിട്ടാണ് ഞാൻ കയറിയത്. പക്ക അടിപൊളി പാട്ടായിരുന്നു. അതായത് ഫുൾ ത്രോട്ടഡ് വോയിസിൽ പാടുന്ന പാട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പാടിയൊരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് സാറ് ബൂത്തിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ, ഞാൻ കുട്ടിയുടെ കറുപ്പിനഴക് കേട്ടിട്ടാണ് കുട്ടീനെ വിളിച്ചത് എന്ന് പറഞ്ഞു എന്നോട്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ കാരണം ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടർ എൻ്റെ പാട്ട് കേട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടായി. അതിന് ശേഷമാണ് യുവൻ ശങ്കർ രാജ സാറിൻ്റെ വർക്ക് ചെയ്തത്, റാം എന്ന് പറഞ്ഞിട്ട് ഫിലിമിൽ. ഇപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് എൻ്റെ ഈ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്തിരിക്കുന്നൊരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം എൻ്റെ ഗോഡ് ഫാദറാണ്. എന്നെ ആദ്യമായിട്ട് ഫിലിമിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി ഗസ് ചെയ്തിട്ടുണ്ടാവും ആരാന്ന്. മോഹൻ സിത്താരാങ്കിളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ഒരുപക്ഷെ അങ്കിളിന് അന്ന് ആ സുഖമാണി നിലാവ് പോലെയുള്ള അത്ര നല്ലൊരു പാട്ട് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പുതിയതായിട്ട് വന്നൊരു കുട്ടിക്ക് തരാൻ തോന്നിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ നിങ്ങളോടിരുന്ന് സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ അങ്കിളിനോടുള്ള എൻ്റെ കടപ്പാട് എത്ര പറഞ്ഞാലും തീരില്ല. സുഖമാണി നിലാവ് എന്നുള്ള പാട്ടാണല്ലോ ഇപ്പോൾ നമ്മുടെ കോമ്പിനേഷനിൽ ഏറ്റവും ഹിറ്റായ പാട്ട്. അപ്പോൾ എങ്ങനെയാണ് അങ്കിളിന് ധൈര്യം വന്നത് എന്നെ പോലുള്ള സിംഗർക്ക് ആ പാട്ട് തരാൻ? ഫസ്റ്റ് പാട്ട് പാടിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിനകത്ത് അതിൻ്റെ ടോൺ എൻ്റെ മനസ്സിനകത്ത് കയറി. അപ്പം ഞാൻ വിചാരിച്ചു, അന്ന് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെയും ഞാൻ വിചാരിച്ചു നിന്നെ കൊണ്ട് അല്ല, അതിന് മുന്നേ ഞാൻ വേറൊരു കുട്ടിയെ കൊണ്ട് നോക്കാമെന്ന് വിചാരിച്ചേ. കുട്ടിയുടെ പേര് മറന്നുപോയി. ആ കുട്ടിയെ കൊണ്ട് പാടിപ്പിച്ചു. പക്ഷെ നമ്മൾ വിചാരിച്ച ഫീലിങ്സ് വന്നില്ല. പിന്നെ ഇങ്ങനെ ആലോചിച്ച് ഇനിയിപ്പോൾ ജോൾസിനിക്ക് കൊടുക്കണം, കൊടുത്താൽ കൊള്ളാവും, വേറെ ആൾക്കാർക്ക് കൊടുക്കണം, വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആരും കേൾക്കാത്തൊരു വോയിസാണ് എനിക്ക് വേണ്ടത് ഈ പാട്ടിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നിന്നെ ഒന്ന് ശരി ജോൾസിനെ കൊണ്ടൊന്നുകൂടെ ട്രൈ ചെയ്യിക്കാന്ന് വിചാരിച്ച് എന്നെ കൊണ്ടൊന്നുകൂടെ പാടിപ്പിച്ചു. പക്ഷെ അന്ന് നീ പാടി എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വീണ്ടും 1-2 പ്രാവശ്യം പാടിയിട്ടാണ് ശരിക്കും മൂടി ശരിയായത്. ഇനി ഞാൻ എൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്താം. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ രാധാകൃഷ്ണൻ അബുദാബിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോൾ സ്വസ്ഥം ഗൃഹഭരണം. അമ്മ ഗിരിജ, അമ്മയ്ക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ ഹൗസ് വൈഫാണ്. എനിക്കൊരു ചേച്ചിയും കൂടി ഉണ്ട്. ചേച്ചി ഡൽഹിയിൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ ജോലി ചെയ്യാണ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫാമിലി വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിവിടെ ഇരുന്നിങ്ങനെ സംസാരിക്കേണ്ടാവില്ല.
കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കൊച്ചിലേ തന്നെ എൻ്റെ കഴിവ് മനസ്സിലാക്കി അത് പ്രോത്സാഹിപ്പിച്ച് അത് മാക്സിമം പോളിഷ് ചെയ്തെടുക്കാൻ എൻ്റെ അച്ഛനും അമ്മയെ കാണിച്ച ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിന് എന്താ പറയുക, യാതൊരു സംശയമില്ല. പിന്നെ എനിക്ക് പാട്ട് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ അമ്മയുടെ സൈഡിൽ നിന്നാണ്. അമ്മയുടെ വീട്ടിലെല്ലാവരും പാടും, അമ്മയും നന്നായിട്ട് പാടും. അച്ഛൻ ഭയങ്കരമായിട്ട് കല ആസ്വദിക്കുന്ന ഒരു ആളാണ്. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ പ്രോത്സാഹനവും അമ്മയുടെ കഴിവുമാണ് എനിക്കുള്ളത്. ഞാൻ ഇതുവരെ അവരോട് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടില്ല, ഇപ്പോൾ പബ്ലിക്കായിട്ട് തന്നെ ചോദിക്കാം. എൻ്റെ പാട്ട് ആദ്യമായിട്ട് കേട്ടപ്പോൾ അച്ഛനമ്മയ്ക്ക് എന്താണ് തോന്നിയത്? അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. വല്ലാത്ത ഫീലിംഗ്, ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛനെന്താന്ന് വേണ്ടാത്ത പാടിയൊരു പാട്ട് നമ്മൾ കേൾക്കാന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മനസ്സിലെ അതൊന്നും വിവരിക്കാൻ പറ്റാത്തത്ര സന്തോഷമുള്ള കാര്യമാണ്. നാടായിട്ട് എപ്പോഴും ടച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജൂലൈ ഓഗസ്റ്റ് സമയത്ത് സമ്മർ വെക്കേഷനാണ് അവിടെ, 2 മാസം കണ്ടിന്യൂസ് വെക്കേഷനാണ്. അപ്പോൾ എല്ലാ കൊല്ലവും വിടാണ്ട് നാട്ടിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നാടായിട്ട് എപ്പോഴും നല്ല ടച്ച് ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനമ്മയ്ക്ക് നിർബന്ധമായിരുന്നു വീട്ടിൽ മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ടീച്ചറാവണമെന്നായിരുന്നു ആഗ്രഹം. എനിക്ക് 10th പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നു, റുക്കിയ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ബയോളജി പഠിപ്പിക്കുന്ന പ്രേമ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും എന്നെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ബയോളജി എടുത്ത് പഠിപ്പിക്കാമെന്ന് വെച്ചാൽ അതിന് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു BEd എടുത്തിട്ട് ഇംഗ്ലീഷ് ടീച്ചർ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയുള്ള പ്ലാനൊക്കെ ആയിട്ടാണ് വന്നത്. എൻ്റെ സൈഡായിട്ട് കുറേശ്ശെ പാട്ട് പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള പ്ലാനായിട്ടാണ് വന്നത്. പക്ഷേ എന്തോ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴി കൂടെ പോയി. അങ്ങനെ സുഖമാണി നിലാവെന്നുള്ള പാട്ട് പാടി അത് അത്യാവശ്യം ജനങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി മാറി സിറ്റുവേഷൻസ്. അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പം അമ്മ ഒരു ഓണപ്പാട്ട് പാടുമോ? എൻ്റെ ഒരു ആഗ്രഹമാണ്. ദൈവമേ, അതൊക്കെ വേണോ? അച്ഛനൊന്നും പറയണ്ടെന്നേ ഉള്ളൂ, അച്ഛനും ആഗ്രഹമുണ്ട്, അച്ഛനെ പോകണ്ടറിയാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവേലിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവേലിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ